നിന്ദ്യരാണ്, നീചരാണ്. അപ്പോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്കറിയാം, അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അല്ലാഹുവേ മുസ്ലിങ്ങൾക്ക് നീ പ്രതാപം നൽകണമേ, അവർക്ക് നീ ഐശ്വര്യം നൽകണമേ, അവരെ നീ അനുഗ്രഹിക്കണമേ. വഅൽ അതില്ല ശിർക വൽ മുശ്രിക്കീൻ, ഈ ഷിർക്ക് ചെയ്യുന്നവരെ, ബഹുദൈവ വിശ്വാസികളെ നിന്ദ്യന്മാരും നീചന്മാരുമായി നീ നശിപ്പിക്കണമേ എന്നാണ് ഓരോ വിശ്വാസിയും വെള്ളിയാഴ്ച ദിവസം ഉച്ചയും കുത്തി മറിയാൻ പോയിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ് അന്യരെ ഇല്ലാതാക്കുക, അന്യ മതവിശ്വാസികളോട് അസഹിഷ്ണുതയോടുകൂടി പെരുമാറുക. അവരോട് നമ്മൾ എന്ത് ചെയ്താലും ശരി, അള്ളാഹു നമ്മളെ സ്നേഹിക്കും, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുമെന്നത്. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ, ഇപ്പൊ അഫ്ഗാനിലൊക്കെ ആണെങ്കിൽ അതിർത്തികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ ഇറാന്റെ അതിർത്തികളിൽ കണ്ടിട്ടുണ്ട്, 7 വയസ്സ് 6 വയസ്സ് 5 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ ശരീരത്തിൽ നിന്ന് ആ സൈന്യം ഇരുമ്പ് നിക്കർ അതുപോലെ സ്ഫോടക വസ്തുക്കളൊക്കെ നീക്കം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ചെറിയ കുഞ്ഞുങ്ങളെ ബലിയാടുകളാക്കാൻ പോലും മടിയില്ലാത്ത ഒരു വിഭാഗമാണ് ഇവര്. ഇത് ബേസിക് പ്രശ്നം ഇവിടെയല്ല, ഇവർക്കല്ല. നമ്മുടെ വിശാല ഹൃദയനായിട്ടുള്ള ജോസഫ് മാഷ് പറഞ്ഞതുപോലെ, ആ മഴുവിനോട് എനിക്ക് ദേഷ്യമില്ലാത്തതുപോലെ തന്നെ എന്റെ കയ്യും കാലും എടുത്ത പോപ്പുലർ ഫ്രണ്ട് ഭീകരരോടും എനിക്ക് ദേഷ്യമില്ല. കാരണം ഇവരെ ഇതിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം, അതിന് പകരമായി നിങ്ങൾ എനിക്ക് 2 കാര്യങ്ങൾ നൽകണം. ഒന്ന് സമ്പത്താണ്, 2 നിങ്ങളുടെ ജീവനാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? കൊല്ലണം, കൊല്ലപ്പെടണം. ഇപ്പം 2-3 ദിവസമായിട്ട് നിരന്തരം സൗദി അറേബ്യയിൽ ഇരുന്ന് മുഖം കാണിച്ചുകൊണ്ട് തന്നെ ഭയങ്കരമായ കൊലവിളിയും വധഭീഷണികളും, നമുക്ക് ചെവി പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള തെറിവിളികളുമാണ് പല ആളുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരോട് ഇവർ ഓഫർ ചെയ്യുവാണ്, നിങ്ങൾ ജാമിദായെ ഇല്ലാതാക്കിയാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പണം വേണോ? ജോലി വേണോ? നിങ്ങൾക്ക് രാഷ്ട്രീയത്തില് സ്ഥാനം വേണോ? എന്തു വേണമെങ്കിലും നൽകാം. അതായത് ആശയങ്ങളില്ല, അവന്റെ ആയുധം തന്നെയാണ് അവന്റെ ആശയം. ഇത് ഇവരുടെ കുഴപ്പമല്ല, 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ കാണിച്ചു തന്ന രീതിയാണിത്. ഇപ്പൊ ബനൂ ഖുറൈളയിലൊക്കെ പിന്നെ തുണികൾ പൊക്കി നോക്കി, ഗുഹ്യഭാഗത്ത് രോമം വളർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി വളർന്നവരെ ഒക്കെ കൊന്നുകളയാൻ പ്രവാചകൻ കൽപ്പിച്ചത് ഇവരോ പ്രവാചകനുമായിട്ട് എന്തെങ്കിലും ശത്രുതകൾ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഈ മതം ഉൽപ്പാദിപ്പിച്ച അന്യമത വിരുദ്ധതകൾ കാരണമാണ്. ഇപ്പൊ ഒക്ടോബർ 7-ാം തീയതി എന്തിനാണ് ഒരു 13 വയസ്സുകാരി ഹിജാബ് വേണമെന്ന് പറഞ്ഞിട്ട് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയത്? അത് കഴിഞ്ഞിട്ട് ഇപ്പോ വിശാല വീക്ഷണമുള്ള ഒരു സ്കൂളിലേക്ക് പോയെന്ന് പറഞ്ഞു. നേരത്തെ അത് തന്നെ പോരായിരുന്നോ? ആ 5-6 മാസം വേണ്ടാത്ത ഹിജാബ് അന്ന് വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞൈഷയെ കൊണ്ടുവന്നിട്ട് ഇവര് പുതിയ ഒരു നാടകം, റീൽസ് ചെയ്യുന്ന, എമിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി. അപ്പൊ അതിനെ കൊണ്ടുവന്നിട്ട് തട്ടമിടാതെ അത് വേദിയിലേക്ക് വരുന്നു. പിന്നീട് വേദിയിൽ നിന്നൊരാള്, സദസ്സിൽ നിന്നൊരാള് തട്ടം എറിഞ്ഞു കൊടുക്കുന്നു. ആ തട്ടമിട്ടിട്ട്, ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതെ, തട്ടം കാണുമ്പോൾ പേടിയാണ് എന്ന് കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല, സെന്റ് റീത്ത സ്കൂളിലെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറയുന്നു, അതെ, തട്ടം കണ്ടാൽ ഭയമാണ്, തട്ടം കണ്ടാൽ ഭയമുണ്ട്. തട്ടമിട്ടവരെ സ്കൂളുകളിൽ കണ്ടാൽ ഭയമുണ്ട്, അവരെ പൊതുനിരത്തുകളിൽ കണ്ടാൽ ഭയമുണ്ട്, അവർ സദസ്സിലേക്ക് കയറി വന്നാൽ ഭയമുണ്ട്, അവർ വിദ്യാസമ്പന്നരായാൽ ഭയമുണ്ട്, അവർ കാലിൽ ചിലങ്ക കെട്ടിയാൽ ഭയമുണ്ട്, അവര് ഡാൻസ് കളിച്ചാൽ ഭയമുണ്ട്, അവരെതിർത്ത് സംസാരിച്ചാൽ ഭയമുണ്ട്. ആർക്ക്? നമ്മുടെ വർഗത്തിന് തന്നെയാണ്. ഉസ്താദുമാരിൽ നിന്നും മതപുരോഹിതന്മാരിൽ നിന്നുമാണ് ആദ്യം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു സംരക്ഷണം വേണ്ടത്. സിസ്റ്റർ സാന്ദർഭികമായിട്ട് ആ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാൻ അത് സൂചിപ്പിച്ചതാണ്. നമുക്ക് ചർച്ചയിലേക്ക് തന്നെ തിരിച്ചു വരാം. അമ്മയും മക്കളും യൂട്യൂബ് ചാനൽ. ഹായ്. ആരും ഒന്നും പറയുന്നില്ലല്ലോ. നെറ്റ് ഇഷ്യൂസ് വല്ലതും ആണോ?
അല്ല, ഞാൻ ക്ലോസ് ചെയ്തതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് വിഷയസംബന്ധമായിട്ടാണല്ലോ സംസാരിക്കേണ്ടത്. അതുകൊണ്ട് ഈ മത തീവ്രവാദത്തെ കരുതിയിരിക്കണമെന്നും നമ്മൾ എന്തുകൊണ്ടാണ് ഭയപ്പാടോടുകൂടി ഇതിനെ കാണുന്നതെന്നും ഞാൻ സൂചിപ്പിച്ചു. എന്നിട്ട് ഞാൻ അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്തു കേട്ടോ. ഇനി പറയേണ്ടവർക്ക് പറയാം. ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞ ബ്രദറെ, കാണാറില്ലല്ലോ ഈയിടെയായിട്ട്. കുറച്ച് പരിപാടികളൊക്കെ ആയിരുന്നു, അതിന്റെ അതുകൊണ്ട് കാണാതെ. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഇന്ത്യക്ക് വേണ്ടി കളിച്ചു കളിച്ചു വേൾഡ് കപ്പ് നാളെ ഫൈനലാണ്. ലൈവ് പോവല്ലേ, ലൈവ് പോവായോണ്ട് പേഴ്സണൽ ടോക്ക് പിന്നെ വർത്താനം പറഞ്ഞാൽ കുഴപ്പമായിരുന്നു. പേഴ്സണൽ ടോക്ക് അല്ല പോയത്. ആ ജെമിമ റോഡ്രിഗസ് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയത് നമ്മൾ കണ്ടു. ഇത് RSSകാർക്ക് സ്വാഭാവികമായിട്ടും പ്രശ്നമാകും. ഇതേപോലെ തന്നെ നമ്മളെ മുസ്ലിം സഹോദരന്മാർ മുകളിലേക്ക് ടോപ്പിക് യേശു മുസ്ലിമെന്നാണെന്നാണ്. അതായത് ജെമിമ റോഡ്രിഗസ് അവിടെ എടുത്തു പറഞ്ഞ അവര് നന്ദിയോടെ സ്മരിച്ച പേര് ഇത് യേശുവിന്റെ പേരാണ്. പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്ക് ഇതിനെ കുറിച്ചുള്ള കമന്റ്സ് ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ളത് രസകരമാണ്. അത് കമന്റ് കണ്ടാൽ നമുക്കറിയാം. യേശുവിനെ ഒരിക്കലും ഒരു മുസ്ലിം നട്ടുകൊടുത്ത് ഒരു മുസ്ലിം സഹോദരന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ നേരെ ഇവര് ചോദിക്കുന്നത്, ഓസ്ട്രേലിയ ഒരു ക്രിസ്ത്യൻ കൺട്രി ആണല്ലോ. ഓസ്ട്രേലിയയിലെ ക്രിസ്ത്യാനികളെ യേശു ക്രിസ്തു തോപ്പിച്ചോ എന്നാണ് ഇവിടുത്തെ കോയമാര് കമന്റ് ബോക്സിൽ ഉടനീളമായിട്ട് ചോദിച്ചോണ്ടിരിക്കുന്നത്. അതെങ്ങനെ ശരിയാവും എന്നുള്ളൊരു ചോദ്യം ഇഷ്ടംപോലെ ഞാൻ കാണുന്നുണ്ട്. കൂടുതൽ അത് ചോദിക്കുന്നത് ഈ പറഞ്ഞ മുസ്ലിങ്ങളാണ്. അപ്പോ ഈ ചോദ്യം ഇത് തീർച്ചയായിട്ടും BJP ആ സൈഡിൽ നിന്നും ഉണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഇത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുമാണ്. അതായത് ഈ ഒരു എന്താ പറയാ, ജെമിമ റോഡ്രിഗസിന്റെ ആ ഒരു സാക്ഷ്യപ്പെടുത്തൽ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി, അതായത് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എന്തോ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇവരുടെ ഉസ്താദന്മാർക്കും ഇവരുടെ എന്താ മത തലയ്ക്ക് നടക്കുന്ന പലർക്കും ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ഈ പറഞ്ഞ തട്ടവിട്ടോ അങ്ങനെയുള്ള ഒരു വകയായിട്ട് ജീവിക്കാത്ത ജെമിമ റോഡ്രിഗസ് ഇവർ ഈസാ നബി എന്ന് ഇവർ അവകാശപ്പെടുന്നു എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ ആരാധിച്ച് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് അവർ പ്രാർത്ഥിച്ച് ഇതുപോലെ അടിച്ച് കളി ജയിച്ചു. അപ്പോ സ്വാഭാവികമായിട്ട് ഇവർ പറഞ്ഞ പലതും ഇവർക്കെന്നെ വിനയായിട്ട് വരും. അപ്പൊ പിന്നെ അതല്ലേ യഥാർത്ഥ ദൈവം? ഇവർ ഈ പറഞ്ഞ ഈസാ നബി ഒരു തട്ടിപ്പല്ല എന്നുള്ളൊരു ചോദ്യം ഈ പറയുന്ന മുസ്ലിംസിൽ അഭിമുഖീകരിക്കുക തെറ്റി വരിക. ഇതൊരു വലിയ കാര്യമാണ്. അത് ഈസാ നബി ആണോ യേശുക്രിസ്തു ആണോ ഒറിജിനൽ എന്ന ചോദ്യം ആണ് ഫസ്റ്റത്തെ. അതിനുള്ള ഉത്തരം ആദ്യം ഈ മുസ്ലിംസ് കാണണം, പിന്നെയാണ് ഈ യേശു മുസ്ലിമോ എന്നുള്ളത്. അത് ഇതുവരെയായിട്ടും ഈസാ നബി യേശുക്രിസ്തു ഒന്നല്ലെന്ന് നമുക്കറിയാം. കാരണം കിതാബുകളിൽ നിന്ന് ഇസ്ലാമിക കിതാബുകൾ എടുത്താലും ക്രിസ്ത്യൻ ബൈബിൾ എടുത്താലും ഒരു തരത്തിൽ യോജിച്ചു പോവാത്ത രണ്ട് യുഗങ്ങളിൽ നിൽക്കുന്നതാണ് യേശുക്രിസ്തുവും ഈസാ നബി. പക്ഷെ അത് ഇവരുടെ പണ്ഡിതന്മാർക്ക് ഏതാണ്ട് പിടികിട്ടിട്ടു. അപ്പൊ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, അതായത് യേശുക്രിസ്തുവിനെ ഉയർത്തുകയാണ് അവിടെ ജെമിമ റോഡ്രിഗസ്. അപ്പൊ ഒരു മുസ്ലിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ ഈസാ നബിയാണ് യേശുക്രിസ്തു എങ്കിൽ നിങ്ങൾ അവിടെ ഈ അടിയിൽ ചെന്നിട്ട് ഇങ്ങനെ ഇതിനെ കളിയാക്കി കമന്റിടാതെ യെസ് അത് ഞങ്ങളുടെ ഈസാ നബിയാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സൗണ്ട് ക്ലാരിറ്റി ഇല്ല, എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സാരമില്ല. അപ്പോ ഈ മത തീവ്രവാദികളെ നമ്മൾ കരുതിയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ഈ തീവ്രവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എല്ലായിടത്തുമാണ്.
ഇവരുടെ വിശ്വാസത്തിനനുസരിച്ച് മറ്റുള്ളവര് പോയിട്ടില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി ഇവർ അധപ്പതിച്ചിരിക്കുന്നു. അവരെ തെറി വിളിക്കാൻ, കാരണം ഇവര് മദ്രസകളിൽ ഓരോ മുസ്ലിം കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ മക്കളെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ കുടുംബത്തിലും ആളുകളില്ലേന്ന്. എൻ്റെ കുടുംബത്തിൽ ആണുങ്ങളുണ്ട്. അവരാരും സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാത്ത, പബ്ലിക്കിൽ എങ്ങനെ പെരുമാറണമെന്നറിയാത്ത, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാനാകാത്ത മാതാപിതാക്കൾ വളർത്തിയവരല്ല. എൻ്റെ വാപ്പച്ചി നല്ല മാനവികതയോടുകൂടിയാണ് ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് വിഭിന്നമായി ചിന്തിക്കുന്നവരുണ്ടാകാം, നന്നായി ചിന്തിക്കുന്നവരുണ്ടാകാം. അത് എല്ലാം ഓരോരുത്തരുടെയും വിവേചന അധികാരമാണ്. അതിലേക്കൊന്നും നമ്മൾ ഇടപെടുന്നില്ല. അപ്പോൾ ഒരു കാക്ക എന്നെ ഉപദേശിക്കാൻ വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേട്ടിട്ടങ്ങ് ഇല്ലാതാക്കാൻ പറ്റുമോ? അത് ഇവരുടെ രീതികൾ, ഇവരുടെ സ്വഭാവങ്ങൾ. എവിടെ ചെന്നിരുന്നാലും ശരി, ഞാൻ വിശ്വസിക്കുന്നത് പോലെ, ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള ഇവരുടെ തീവ്രമായിട്ടുള്ള നിലപാടുകൾ എങ്ങനെ എടുത്തു നോക്കിയാലും അത് ഭീകരത തന്നെയാണ്. ഒരുത്തൻ എന്നെ ഉപദേശിക്കുവാണ് കേട്ടോ. എന്നെ ഉപദേശിക്കാൻ വന്ന ഒരു കാക്കാന്റെ ഹലാൽ ഉപദേശങ്ങളാണ്. ഞാന് ഇജ് ഏത് പൂറ് വരെ പോയിച്ചിട്ട് കാത്തു തിരിക്കരുത്. പച്ച പോലെ അടിച്ച് ഇജൊന്നും ഒരു കുണ്ണ കയറി ഉണ്ടായതല്ല. ഇജ് 4 5 6 കുണ്ണ കയറിട്ട് ഏതോ തന്തക്ക് ഉണ്ടായതെന്നൊക്കെ തോന്നുന്നത്. എടി പൊലാടിച്ച് ഇജ് മതം വിട്ട്. ഞാൻ ആ നമ്പരും കൂടി കാണിക്കണമല്ലോ അല്ലേ? ആളെ 2 നമ്പർ ഉണ്ട് ആൾക്ക് കേട്ടോ. ആളെ പോപ്പുലർ ആക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ടല്ലോ. ആളുടെ നമ്പര് +9665624071110. ഓക്കെ, ഒന്നും കൂടി കേട്ടാ മതി കേട്ടാ. ണെങ്കിൽ ആ മതമായിട്ട് ഇജ് നടന്നോ? ഇജ് എന്തിനാണ് ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ? ഇജ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇസ്ലാം മതത്തിൽ എനിക്ക് പറ്റണില്ലെങ്കിൽ ഇജ് മാറിപ്പോയി. ഇജ് എന്തിനാണ് ഈ ആൾക്കാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണം? അതിലെന്ത് കാര്യം പൂർണ്ണമുള്ളത്? അനക്ക് എന്റെ കുണ്ടിയിലെ സംഖ്യകൾ നല്ലോണം കയറ്റി തരുന്നുണ്ട്. കൂറ്റിലും ബാക്കിലും പിന്നെ നിങ്ങളെ ഈ ചിന്താഗതിയില് അതൊന്നും പ്രശ്നമില്ലല്ലോ. പൂറ്റിലും പിന്നെ ഇവന്റെ തള്ള എങ്ങനെയായിരിക്കും ഇവനെ വളർത്തിയിരിക്കുക? ആ നാട്ടിൽ അറിയപ്പെടുന്ന പടുവേശ്യയായിട്ടുള്ള ഒരുത്തിയുടെ മകനല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ? വീട്ടിൽ വേശ്യാലയം നടത്തുന്ന ഒരു തന്തയുടെ മകനല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ? ആ വേശ്യാലയം ഒരു പക്ഷേ ഉദ്ഘാടനം ചെയ്തത് തന്നെ ഇവന്റെ തന്ത ഇവന്റെ തള്ളയെ വെച്ചിട്ടായിരിക്കും. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഇവൻ സൗദിയിൽ പോയിട്ടും ഇവന്റെ ഉമ്മായെ കൊണ്ടുപോയി വേശ്യാലയത്തിലാണ് കൊണ്ടുപോയത്. ആ വേശ്യാലയം സൗദി അറേബ്യയിൽ ഇവന്റെ ഉമ്മ ഉദ്ഘാടനം ചെയ്ത് തന്തയും തള്ളയും മോനും ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടുള്ളവരാണ്. ഞാൻ പിന്നീട് അറിഞ്ഞ വസ്തുതകളാണ് ഇതൊക്കെ കേട്ടോ. കുണ്ടിയിലും എല്ലയിലും ഇട്ടിട്ട് കളിക്കാലോ, ആർക്ക് വേണമെങ്കിലും കളിക്കാം, എപ്പോ വേണമെങ്കിലും കളിക്കാന്നുള്ള ചിന്താഗതി അല്ലേ? ഈ പോരാടിച്ചിഞ്ഞെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്. ഉമ്മ പുറത്തിറങ്ങേണ്ട വിഷയം ആർക്ക് ഞാൻ നോക്കാറ് ഒരു കുളച്ചിങ്ങനെ പോകുമ്പോ ചിന്തയാണ്. പുറത്തിറങ്ങുന്ന വിഷയം മുഴുവൻ കംപ്ലീറ്റ് അച്ചടിച്ചു വിടുന്നു, ഓടി കൊത്തിച്ചു വിടുന്നു. പോരാടിച്ച് എന്റെ പാവപ്പെട്ട അമ്മ വെച്ച് വയ്ക്കണം. അതിന് കിട്ടുന്നെങ്കിൽ ചെല്ലാൻ നോക്ക്. ആ തള്ളക്ക് അന്നെ പറ്റിയിട്ട് ചിലപ്പം അന്നെ പ്രസവിച്ചിന് ആ തള്ളക്ക് ചിലപ്പം പ്രശ്നമായിട്ട് ആഹാരം പ്രശ്നം കൊടുക്കണം. ആ തള്ളക്കിടക്കര നിൽക്കുന്നുണ്ട്. ഇമാതിരി ദുരന്തത്തിലുണ്ടാക്കിയിട്ട് ഭൂമി കിട്ടി. ഇജ് മതത്തിൽ വിശ്വസിക്കണം, എന്റെ ആചാരിച്ച് നടക്ക്. ഇജത് പ്രചരിപ്പിക്കാനാണെങ്കിൽ പിന്നെ അത് പ്രചരിപ്പിച്ചിട്ട് പറ്റത്തിൽ കിട്ടണ്ടോ? എനിക്ക് മതം ചേച്ചി വിശ്വസിക്കണ്ട. ഇത് പ്രചരിപ്പിക്കേണ്ടത് ഈ നിരീശ്വരവാദം നല്ലതാണെന്ന് പ്രചരിപ്പിക്കുക, അല്ലാതെ മറ്റുള്ള മതങ്ങളെ കുറ്റപ്പെടുത്തിയാണ് പ്രചരിപ്പിക്കണ്ട. ഓരോരുത്തർക്കും ഓരോരുത്തരായ മതങ്ങൾ വിശ്വാസമുണ്ട്. ഈ നാറി ഇസ്ലാം വിശ്വസിക്കുന്നവനാ, മനസ്സിലായോ? ഇവൻ നല്ല ഒരു മുസ്ലിമാ. അങ്ങനെയാണെങ്കിൽ ഈ മതം വിട്ട ഞാൻ എത്രയോ സവിശേഷതയുള്ള വ്യക്തിയാ.
ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു പടുവേശ്യയുടെ മകൻ, ആ നാട്ടിലെ അറിയപ്പെടുന്ന വേശ്യാലയത്തിന്റെ ഓണറുടെ മകൻ, വീട്ടിൽ വേശ്യാലയം നടത്തുന്ന തന്തയുടെയും തള്ളയുടെയും മകനാണിവൻ. ഇവന്റെ മകളെ പീഡിപ്പിച്ചതിന്റെ പേരില് നാട്ടിലും സൗദി അറേബ്യയിലും ശിക്ഷ അനുഭവിക്കുന്നവനാണിവൻ. വേശ്യാലയം നടത്തി വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരെ റെയ്ഡ് ചെയ്ത് പിടിച്ചപ്പോൾ ഇവന്റെ തന്തയും തള്ളയുമായിരുന്നു മുൻപന്തിയിൽ നിന്ന് പിടിക്കപ്പെട്ടത്. ഹിന്ദുസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനിസത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, മുസ്ലിത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് അവരെ കുറ്റം പറയും കാണിച്ചിട്ടുണ്ടാക്കുന്നത്? എന്റെ പ്രബോധനം ശരി, ചോദിച്ച പ്രബോധനം കേട്ടില്ല, അങ്ങനെ ചെയ്ത് നിരീശ്വര ലിംഗമതമാണ് നല്ല മതമാണ്, അങ്ങനെ ചെയ്യും. നിങ്ങളുടെ മതത്തിന്റെ നല്ല വശങ്ങൾ ചെയ്തിട്ടാണ് ചെയ്യും. മനസ്സിലായി? നിങ്ങൾ ഈ പറയുമ്പോ ഈ ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു ഓപ്പോസിറ്റ് പോയിന്റ് മാത്രം കാണാൻ കുതിച്ചിടാൻ. ഇസ്ലാമിൽ എന്താണ് പറഞ്ഞത്? ഒന്നും തെറ്റായിട്ട് പറഞ്ഞില്ല. അച്ഛന്മാരൊക്കെ ഓരോ പുസ്തകം അങ്ങനെ പുതിയ അധ്യായം പഴയ അധ്യായം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിൽ എന്താ പറഞ്ഞത്? 5 വക്ത് നിസ്കരിക്കാൻ പോലെ. അതൊക്കെ ഇസ്ലാമാണ് എനിക്ക് അധ്യക്ഷൻ നടക്കുക. എനിക്ക് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാൻ എന്നെ ആരെങ്കിലും കെട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടല്ലോ കെട്ടിട്ടിരിക്കണെന്ന്. എന്നെ ആരെങ്കിലും നിസ്കരിക്കുന്ന ഒരു വേശ്യാപുത്രന്റെ വാക്കുകളാണ് ആദ്യം നമ്മൾ കേട്ടത്. 5 നേരം ഉച്ചയും കുത്തി മറിയുന്ന നെറികെട്ടവന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ആഭാസന്മാരും കാമഭ്രാന്തന്മാരും മാതൃഭോഗികളും ശിശുഭോഗികളും ഗുദഭോഗികളും ശവഭോഗികളുമായിട്ടുള്ള ഈ നരാധമന്മാർ, ഈ മനുഷ്യത്വരഹിതരായിട്ടുള്ള കാമഭ്രാന്തന്മാര് പറയുക 5 നേരം നിക്കരിച്ചാനാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് എന്ന്. ആ നിക്കരിക്കുന്നവന്റെ നാവിലൂടെ വരുന്ന വികട സരസ്വതിയാണിത്. എടാ പലതന്തയ്ക്കുണ്ടായ വെടിയുടെ മകനെ, ആ നാട്ടിലെ അറിയപ്പെടുന്ന ജില്ലാ വെടിയുടെ മകനെ, നിന്നോട് ചോദിക്കട്ടെടാ, പരനാറി നല്ല തന്തയ്ക്ക് പറക്കാത്ത പല തന്തയുടെ സ്വഭാവം കാണിക്കുന്ന വെടിച്ചിയുടെ മകനെ, നിന്നോട് ചോദിക്കട്ടെടാ, നിന്നെ ഈ ആദ്യം പറഞ്ഞതുപോലെ നിന്റെ തള്ളയുണ്ടാക്കിയതാണോടാ? ആണോടാ നാറി? ആണോടാ ചേറ്റെ? ആണോടാ തന്തയ്ക്ക് പറക്കാത്തവനെ? ആണോടാ വേശ്യയുടെ മകനെ? ആണോടാ വെടിച്ചിത്തള്ളയുടെ മോനെ? പഞ്ചായത്ത് വെടിയുടെ മോനെ? ഇന്റർനാഷണൽ വെടിയുടെ മോനെ? സൗദിയിൽ പോയി വേശ്യാവൃത്തി ചെയ്തവളുടെ മോനെ ആണോടാ? ആണോടാ? നിന്നെ അങ്ങനെ ഉണ്ടാക്കി വിട്ടതാണോടാ തെണ്ടി? നിന്നെ നിക്കരിച്ചാൻ പഠിപ്പിച്ച ഈ സമാധാനത്തിന്റെ മതം പാപ്പിച്ചത് ഇതാണോടാ തെണ്ടി? അങ്ങനെയാണെങ്കിൽ ഈ കാമഭ്രാന്തന്റെ മതം വലിച്ചെറിഞ്ഞ ഞാൻ എത്രയോ മാനവികതയുള്ള വ്യക്തിയാണ്. എന്റെ മതം നിക്കരിച്ചാൻ പറഞ്ഞെന്ന് ഇതെല്ലാം പറഞ്ഞു പുഴുത്തു വാരിയിട്ട് ഉമ്മായം പിടിച്ച് കമിഴ്ത്തിയും മലർത്തിയും കിടത്തി പണിഞ്ഞിട്ട് പോയി ഉച്ചയും കുത്തി മറിയടാ തെണ്ടി. വെടിയുടെ മകനെ, വെടിശാലയുടെ മോനെ, വെടിപ്പുര നടത്തി പ്രാക്ടീസ് ചെയ്ത് തെളിഞ്ഞ തന്തയുടെ മോനെ, അവൻ തന്നെയാണോടാ നിന്റെ തന്ത? നിന്നെ ഉണ്ടാക്കിയവൻ ഉണ്ടോടാ തെണ്ടി? തീർന്നിട്ടില്ല. ഇതിപ്പോ പിന്നെ നിങ്ങൾ പറഞ്ഞതാണ് ഇസ്ലാം മതത്തിൽ പുറത്തു പോയ വെട്ടിക്കൊല്ലും. അങ്ങനെയാണെങ്കിൽ അന്ന് എന്നാ വെട്ടിക്കൊല്ലേണ്ട ടൈം കഴിഞ്ഞില്ലേ? ആരിഫിനെ വെട്ടിക്കൊല്ലേണ്ട ടൈം കഴിഞ്ഞില്ലേ? എല്ലാരും വെട്ടിക്കൊല്ലേണ്ട ടൈം കഴിഞ്ഞില്ലേ? ഇനി എന്തിനാണ് പൂറി പൂറത്തീച്ചൊക്കെ അതൊക്കെ പറഞ്ഞത്? ഇവാണെങ്കിൽ ഇന്നേക്ക് ഒരു സംവാദത്തിന് ഉണ്ടെങ്കിൽ ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ അന്നെ ഞാൻ പൊളിച്ചടക്കി തരാം പൂറിമോടെ. ഇതിന്റെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വിട്ടുതരാം. ഇന്നേക്ക് ഒരു സംവാദത്തിന് റെഡി ആണെങ്കിൽ പൂറിമോടെ വായു. അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചിട്ട് എന്റെ സംവാദം. ഇതുപോലെയുള്ള നല്ല തന്തയ്ക്ക് ജനിക്കാത്ത നായുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് എന്താണ്? ഇവന്റെ തന്തയും തള്ളയുമായിട്ട് സംസാരിക്കും. ഇവനോട് സംവദിക്കാൻ പറ്റുന്നത് എങ്ങനെയാ? കളിയില, അല്ലെ? വെടിയില. അതിന് നിന്റെ തള്ളയാടാ ബെസ്റ്റ്. നിന്റെ തള്ളയുമായിട്ടാകുമ്പോൾ നിനക്ക് പഴയകാല ആ ഒരു ബാല്യകാല സ്മരണകളൊക്കെ അയവിറക്കുകയും ചെയ്യാം. നിന്റെ ഉമ്മായിക്കും അതൊരു സുഖമാ. നമ്മൾ പറയാറില്ലേ, കാക്കയുടെ വിശപ്പും മാറും പശുവിന്റെ കടിയും മാറുമെന്ന് എന്ന് പറഞ്ഞതുപോലെ നിനക്കതൊരു ഐശ്വര്യമാകുകയും ചെയ്യും. നിന്റെ ഉമ്മാക്കതൊരു ബെനിഫിറ്റ് ആകുകയും ചെയ്യും. നിനക്കതൊരു പ്രോഫിറ്റ് ആകുകയും ചെയ്യും. നിന്റെ തന്തയ്ക്കാണെങ്കിൽ അത് കണ്ട ആസ്വാദനം കിട്ടുകയും ചെയ്യും. ഇത്രയെങ്കിലും ഈ നല്ല തന്തയ്ക്കുണ്ടാകാത്ത നാറിയുടെ മക്കളെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാത്തത് കൊണ്ടാണ്. കുറേ ദിവസമായി
ഇവനെ നല്ല നാല് പറയണമെന്ന് വിചാരിച്ചിട്ട് ഈ തെണ്ടി പല തന്തയ്ക്കുണ്ടായ നാറി പല നമ്പറുകളിലും കയറി വന്നിട്ട് അറഞ്ചം പുറഞ്ചം തെറി പറയുക. അവന്റെ മതം അവനെ പഠിപ്പിച്ച രീതിയാണത്. അവനെ തൂറിയിട്ട വെടി പഞ്ചായത്ത് വെടിയല്ല, ജില്ലാ വെടിയല്ല, ഇന്റർനാഷണൽ വെടിച്ചി അവള് പഠിപ്പിച്ചതാണ് ഇവനെ ഇത്. അല്ലേ? എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു കലിയും പുലിയും പോലെ 6 ആൺകുട്ടികൾ. നല്ല തന്തയുണ്ടാക്കി നല്ല തള്ള വളർത്തിയ മക്കൾ. ഞങ്ങളുടെ വീട്ടില് മുണ്ട് പോലും മടക്കി ഉടുക്കില്ല എൻ്റെ സഹോദരന്മാര്. അന്നൊന്നും പാൻറ്റുകളും ബെർമുടകളും ഒന്നും ഇല്ലല്ലോ, മുണ്ടല്ലേ ഉള്ളൂ. ആ മുണ്ട് താഴ്ത്തി ഉടുത്ത് 6 മണി 7 മണിയാകുമ്പോൾ എല്ലാ മക്കളും വീട്ടിലെത്തണം എന്ന് വാപ്പച്ചിയുടെ നിയമമാണ്. ഒരൊറ്റ മനുഷ്യരെ എന്തെങ്കിലും മോശം പറഞ്ഞതായിട്ട് ആരെങ്കിലും ഒന്ന് പറയട്ടെ? അതെ, വളർത്തു ഗുണമാണ്. ജനറ്റിക്സ് എന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവന്റെ തന്തയും തള്ളയും എങ്ങനെയാണോ അങ്ങനെയല്ലേ ഈ നരനാറിയെയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടു. ഈ കാമമതത്തിൽ ഇതല്ലാതെ പിന്നെ എന്തോ കോപ്പാണുള്ളത്? വേശ്യാലയമുണ്ടാക്കി കാത്തിരിക്കുന്ന മാവാ പടച്ചോന്റെ ഗുണ്ടകൾ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ ചിന്തിക്കണം? ഇങ്ങനെയൊക്കെയാണ് ചില മുസ്ലിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചാൽ നമ്മളെ ഉപദേശിക്കുന്നത്. ഇത്രയെങ്കിലും ഈ നാറികളെ പറയണ്ടേ? കാരണം ഞാനും ഈ മതത്തിൽ പഠിച്ചതാ, ജനിച്ചതാ, വളർന്നതാ, പരിശീലിച്ചതാ. അപ്പോ ഈ മതത്തിന്റെ കുറെ ജീനുകൾ, കുറെ സ്വഭാവ സവിശേഷതകളും വൈകല്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ടാകണമല്ലോ. അത്രയും വിചാരിച്ചാൽ മതി. അപ്പോ ഇവന്റെ ഒരു ഉപദേശമാണ് നിങ്ങൾ കേട്ടത്, തീർന്നിട്ടില്ല. ഇവനിങ്ങനെ ഉപദേശിച്ചു കൊണ്ടേയിരിക്കുവാണ്. അതിനനുസരിച്ച് ഇവന്റെ തന്തയും തള്ളയും ഇവനെ എന്താണ് പഠിപ്പിച്ചത്, ഇവൻ എന്താണ് പഠിച്ചത് എന്ന് നാലാൾ അറിയണ്ടേ? അടുത്തത് കേൾക്കാം. ഇച്ചിരി മതസംസ്കാരം എടുക്കാം. മതത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു കാക്കയാണ്. കാക്ക പണമിട്ട ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ കാക്കയുടെ വികട സരസ്വതി ഒന്ന് കേൾക്കാം. ഞാന് ഇജ് ഏത് പൂർവ്വ വരെ പോയിച്ചിട്ട് കാത്തിരിക്കരുത്. പച്ച പോലടിച്ച് ഇജൊന്നും ഒരു ഗുണ കയറി ഉണ്ടാകുന്നില്ല. ഇജ് രാജ്യത്ത് 99% ജനങ്ങളൊക്കെ അതിലെത്തി. ഇപ്പൊ ബൈജുവിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ബൈജുവിന്റെ കുണ്ണ ഈമ്പിക്കൊണ്ടിരിക്കുകയാണ്. ബൈജുവിന്റെ കുണ്ണ എന്താ പറയുക? തോരമുട്ട നല്ല സുഖണ്ടാ ഈമ്പാന് നന്നായിട്ട് പോയിട്ട് ഊമ്പിക്കൊടുക്കാൻ പറ്റിയ തീട്ട ബൈജുവിന്റെ അപ്പി ബൈജുവിന്റെ എന്തിനാടി ഓരോരുത്തരും ഇവന് വളരെ ചെറിയ പ്രായത്തിലെ ഇവൻ കണ്ടു വളർന്നത് എന്താണെന്ന് അറിയാമോ? ഇവന്റെ തള്ള ഇവനെ തൂറിയിട്ട ഒരു ഡാഷിന്റെ മോളുണ്ടല്ലോ, അവള് വീട്ടിൽ ഉമ്മറത്തൂടെയും പിന്നാമ്പുറത്തൂടെയും ടിക്കറ്റ് വെച്ച് ആളെ കയറ്റുന്നത് കണ്ടു പഠിച്ച ഒരു മലരനാണിവൻ. ഇവന്റെ തള്ള പലവന്റെ കൂടെ പോയിട്ടാണ് ഇങ്ങനെ ഒരു തെണ്ടി ഉണ്ടായത്. അങ്ങനെയുള്ള ഒരു പരനാറിക്കല്ലാതെ ഇങ്ങനെയൊന്നും പബ്ലിക്കിൽ ഒരു സ്ത്രീയോട് പറയാൻ പറ്റില്ല. നല്ല തന്തയ്ക്കുണ്ടായി നല്ല തള്ള നല്ല സംസ്കാരം കൊടുത്തു വളർത്തിയിരുന്നെങ്കിൽ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയാൻ അവന് പറ്റുമായിരുന്നില്ല. ഇവന്റെ തള്ള ഇവന്റെ തന്ത പോരാത്തത് കൊണ്ട് അങ്ങനെ മുഴുത്ത ഡാഷ് തേടി ഇറങ്ങി ഒടുവിൽ അവൾ ചെന്നെത്തിയത് സൗദി അറേബ്യയിലാണ്. അങ്ങനെ സൗദി അറേബ്യയിൽ എത്തിയപ്പോൾ വേശ്യാവൃത്തിക്ക് ഇവളെ പിടിച്ചു. വേശ്യാവൃത്തിക്ക് ഇവിടെ തള്ളയെ പിടിച്ചു. നോക്കിയപ്പോൾ ആ വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരൻ ഇവന്റെ തന്തയാണ്. അപ്പൊ തള്ളയും തന്തയും മോനും കൂടി സൗദി അറേബ്യയിൽ പോയിരുന്ന് വേശ്യാലയം നടത്തിയിട്ട് ഇപ്പോൾ തന്തയും തള്ളയും അഴി എണ്ണിക്കൊണ്ടിരിക്കുക. ഇവൻ കസ്റ്റമർ ആണ് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവന്റെ ബാക്കി കൂടി ഒന്ന് കേൾക്കാം. മുഹമ്മദ് അജനാസിനെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ? നിൽക്കുക, നിനക്ക് കുറച്ച് ചെവിക്ക് സുഖമുള്ളത് കേൾപ്പിച്ചേരാടെ നിൽക്ക്. എന്തിനാണ് ഈ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഈ പൂറന്മാരെ കൂർത്ത് കൂടിയിട്ട് വർഗീയത ഉണ്ടാക്കി കണ്ട് നടക്കാൻ? ഓരോരുത്തര് ഇവിടെ ഈ രാജ്യത്ത് 99% ജനങ്ങളും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്.
നിങ്ങൾ ഈ 1% 400 ഇങ്ങനെ കിടന്നിട്ട് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ലോകം മാറും നിങ്ങൾ ചിന്തിക്കണ്ട. ലോകത്തെ ഏറ്റവും കൂടുതൽ 99% ജനങ്ങളും പിന്നെ 80% ജനങ്ങളും മതവിശ്വാസികളും ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഈജും ഈ ആരിഫും പിന്നെ വേറൊരു പൂറുണ്ട്, ഏതൊക്കെ പൂറന്മാരുണ്ട് മുസക്കികള്. നായിന്റെ മക്കൾക്കൊക്കെ ഇതിന് ആവശ്യം ഇതിന് പൈസ ഉണ്ടാക്കാനുള്ളതാണ് കുറ്റം പറയുകയാണ്. നിങ്ങൾക്കൊക്കെ ഇതിനേക്കാൾക്ക് നല്ലത് വേറെ പണിയുണ്ട്. ഈ ചത്തുപോയിട്ട് ഏതെങ്കിലും ആൾക്കാരുണ്ടല്ലോ അവരെ അണ്ടി പോയി മൂഞ്ചിട്ട് പൈസ ഉണ്ടാക്കിയിടുന്നുണ്ട്. പൂത്തിച്ച് പുറത്തിറങ്ങേണ്ട വിഷയം ആണെങ്കിൽ ഞാൻ നോക്കാതെ. മനസ്സിലായോ? ഇവന്റെ തന്തയും തള്ളയും ഒക്കെ നബിയണ്ണന്റെ ടീമാണ് ശവഭോഗികൾ. ആ ശവഭോഗികൾക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല. ഇവരിതല്ല ഇതിന്റെ അപ്പുറം പറയും. അപ്പോ ഒരു മുഹമ്മദീയൻ മതം വിട്ടിട്ട് മതത്തെ വിമർശിക്കുന്ന ഒരാളെ ഉപദേശിക്കുന്ന രീതിയാണ് നമ്മൾ ഈ കണ്ടത്. ഇത് കഴിഞ്ഞപ്പോൾ അവൻ അടുത്ത നമ്പറിൽ കയറി വന്നു. ആ നമ്പറിൽ കൂടി നോക്കിക്കോ. ഇവന്റെ ഒരു നമ്പറിൽ ഇവൻ പൂരത്തെറി വിളിച്ചു വന്നിട്ട് ഇവനെ ബ്ലോക്ക് ചെയ്തപ്പോ അവൻ പറഞ്ഞങ്ങോട്ട് തീർന്നില്ല മുഴുവൻ തെറികളും. അതുകൊണ്ട് ഇവൻ അടുത്ത നമ്പറിൽ കയറി വന്ന് അവൻ ആ വിളിച്ചതിന്റെ ബാക്കി സുന്നത്തും ഫറലും ഒക്കെ കൂടി നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവൻ അടുത്ത നമ്പറിൽ കയറി വന്നു. അതും കേൾക്കാം. ബ്ലോക്ക് മാറ്റി വാടി കുത്തിച്ച് ബ്ലോക്ക് മാറ്റി വാ എന്നോട് പറയില്ല. ഇവന്റെ ഉമ്മായ ആ നാട്ടിലെ മൊത്തം ആളുകളും വിളിക്കുന്നത് ഈ പേരാണ്. അതുകൊണ്ടാണ് അവൻ ആ പേര് തന്നെ അവന്റെ ഓർമ്മയിൽ വരുന്നത്. അങ്ങനെ വെടിവെക്കാൻ പോയിടത്ത് വാപ്പ കൂട്ടിയിട്ട് വന്നതാണ് ഈ വെടക്കിന്റെ ഉമ്മായെ. ബ്ലോക്ക് മാറ്റി വാടി കുത്തിച്ച് ബ്ലോക്ക് മാറ്റി വാ എന്നോട് പറയില്ല. സമ്പാദത്തിന് വായില്ല നമ്പർ. ഇവനുമായിട്ട് സംവദിക്കാൻ ഇവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അല്ലേ പറ്റുള്ളൂ. കാരണം ഈ വികട സരസ്വതി അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും മാത്രമല്ലേ വഴങ്ങുള്ളൂ. അല്ല, വെടിവെച്ച് സംവദിക്കാനാ? വേശ്യാലയം നടത്തിപ്പുകാരന്റെ മകനല്ലേ? വേശ്യാലയം നടത്തിപ്പുകാരിയുടെ മകളല്ലേ? ഇവന്റെ തള്ളയും തന്തയും വേശ്യാലയ നടത്തിപ്പുകാരാ. അപ്പോ അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതല്ലേ കുറച്ചുകൂടി ഭംഗി. ഈ പൂരത്തെറി വിളിക്കുന്ന ഇവനോട് എന്ത് സംവാദത്തിന് പോകാനെന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ഒരു മിനിമം ഒരു മുസ്ലിമിന്റെ നിലവാരം എന്താണ് എന്ന് ഇവൻ തന്നെ മനസ്സിലാക്കി അല്ലേ? എന്നോട് പറയില്ല. സമ്പാദത്തിന് വായില്ല നമ്പർ ഇട്ടിട്ട് ആപ്പ ഉപ്പ കളിക്കലടി പുറത്തി. സമ്പാദത്തിന് വായോ പെൺകുട്ടികളൊക്കെ ദാരിദ്ര്യ. ഇവനെ തൂറിയിട്ടതായതുകൊണ്ടാണ് ഇവൻ ഈ പദം പ്രയോഗിക്കുന്നത് കേട്ടോ. കാരണം ഇവനും അതുപോലെ തന്നെ വന്നവനാണെങ്കിൽ ഇവനും ആ പേര് തന്നെയാണല്ലോ അർഹിക്കുന്നത്. അതുകൊണ്ട് ഇവന്റെ ഉമ്മ ഇവനെ സാധാരണ മക്കളെ പ്രസവിക്കുന്നത് പോലെ പ്രസവിച്ചതല്ല, ഇവനെ തൂറിയിട്ടതാണ്. സമ്പാദത്തിന് വായോ പെൺകുട്ടികളൊക്കെ ദാരിദ്ര്യ സമ്പാദത്തിന് വാജി ഞാൻ വന്നോളാം സമ്പാദത്തിന് ഒക്കെ. ബ്ലോക്ക് വാശിട്ട് ഇജ് അന്നെ പല അക്കൗണ്ടിൽ നിന്ന് ഞാൻ പരീക്ഷിച്ചാണ്. ഇജ് നല്ല പൈസന്റെ ആളാണ്. അതുകൂടി ഞാൻ കംപ്ലീറ്റ് അന്നെ വേറെ വേറെ നമ്പറിലൊക്കെ ഞാൻ അക്കൗണ്ടിൽ തന്നെ ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഇജ് പൈസന്റെ ആളാണ്. അത് കംപ്ലീറ്റ് ഞാൻ പുറത്തേക്ക് എടുത്തിടും. ആന്റെ കൂതി ഞാൻ പൊളിക്കും പൊറിമോളെ. ഇജ് ഞങ്ങള് വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ പന്നീന്നും മറ്റേതും മറിച്ചും ഒക്കെ വിട്ട പിന്നെ ഞങ്ങൾ അന്നെ അമ്മായിന്ന് വിളിക്കോ? തെറി വിളിക്കാതെ അന്നെ ഞങ്ങൾ അമ്മായിന്ന് വിളിക്ക. പിന്നെ എന്ത് ജാമിദ് അമ്മായിന്ന് വിളിക്ക? ഒന്ന് പോടി കൊടുന്ന്. പേജ് പൂട്ടി പോയല്ലടി ഫൂറി കോളേജ്. അന്റൊക്കെ ഉറപ്പിത്രല്ലേ ഫൂറി കോളേജ്. പേജ് പൂട്ടി പോയല്ലോ. ഒരു കൊണാണ്ടറം വന്നി നിന്റെ അടുത്തേക്ക്. അന്റെ ലൊക്കേഷൻ ഒക്കെ ചോദിച്ചു എന്റെ ലൊക്കേഷൻ ഒക്കെ ചോദിച്ചാണ്ട് ഭയങ്കര പേടിപ്പെടുത്തിക്കാണ്ട് ഓന് ലൊക്കേഷൻ ഒക്കെ വിട്ടുകൊടുത്തപ്പോ ഒരു ശരിയായ മുസ്ലിം 5 നേരം നമസ്കരിക്കുന്നവൻ നാളെ മരിക്കും, പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഹമ്മദിയൻ ഇങ്ങനെ പറയാനേ പറ്റൂ. പിന്നെ എങ്ങനെയാണ് ഇവരെ വിമർശിക്കാതിരിക്കുക? ഇവർക്ക് വിശ്വസിക്കാനും എനിക്ക് വിശ്വസിക്കാതിരിക്കാനും, ഇവർക്ക് ഇവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനും എനിക്കത് നിരസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ കുത്തുനബിയുടെ കാമമതത്തിനകത്ത് നിന്നാ പറ്റുമോ? കാമഭ്രാന്തന്മാരായ ലിംഗ ചിന്താഗതിക്കാർക്ക് പറ്റുമോ അത്ര സ്വസ്ഥമായി വിശാലമായി കാര്യങ്ങളെ അവലോകനം ചെയ്യാൻ? കഴിയില്ല. അതുകൊണ്ടാണ് ഇവരെ നഖശിഖാന്തം എതിർക്കേണ്ടി വരുന്നത്. ഒരു പക്ഷേ
ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും പാവങ്ങളായേക്കാം. അതിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ന്യൂനപക്ഷം വരുന്ന ഒരു വിഭാഗത്തെ നമ്മൾ ഭൂരിപക്ഷത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നത്? ഇവരെ പബ്ലിക്കായിട്ട് എതിർക്കാൻ, ഇവരീ പറയുന്നതല്ല ശരിയായ ഇസ്ലാം എന്ന് പബ്ലിക്കിന് മനസ്സിലാക്കി കൊടുക്കാൻ, ഇവരെ തള്ളി പറയാൻ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ തയ്യാറാകണം. അതല്ലെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും ഫലം. കാരണം ആര് ചെയ്താലും ശരി, എല്ലാവരും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഓരോ മുഹമ്മദിയന്റെ ഐഡികളിലും വരുന്ന കമന്റുകൾ, ചാറ്റുകൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഞാൻ ടൈറ്റിൽ എഴുതാറുണ്ട്, മുഹമ്മദീയർ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ, മുറിയന്മാർ എൻ്റെ ലൈവിൽ വരരുത്, എൻ്റെ ചാറ്റ് ബോക്സിൽ വരരുത്. നിങ്ങളോടായിട്ട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങളോട് എനിക്ക് വെറും സഹതാപം മാത്രമേ ഉള്ളൂ, വെറും സഹതാപം. കാരണം അവരൊക്കെ ഇതിൻ്റെ അകത്തെ ഇരകളാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എൻ്റെ മാത്രം അനുഭവമായിരിക്കുമെന്ന്. അല്ല, ഓരോ വിശ്വാസിയുടെയും ശരിയായ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് എന്ന് പല അനുഭവസ്ഥരായ ആളുകളും നമ്മളോട് വിളിച്ചു പറയുക. ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങൾ ഇതാണ് എന്ന് തുറന്നു പറയുന്നുണ്ട്. ഇവർക്ക് ആശയങ്ങളില്ല. നമ്മളൊരു കാര്യം പറയുന്നു, നമ്മൾ പറയുന്നത് ആശയങ്ങളാണ്. ആ ആശയങ്ങളെ എതിർക്കേണ്ടത് ആശയങ്ങൾ കൊണ്ട് തന്നെയാണ്. ഖുർആൻ, ഹദീസ്, ഇസ്ലാമിലെ മാനവിക വിരുദ്ധതകൾ അത് പറയുന്ന പ്രഭാഷകന്മാർ, അവരെയൊക്കെയാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പൊ അവരെ കുറിച്ച് പറയുമ്പോൾ അത് തെറ്റാണെങ്കിൽ ആശയപരമായി സംസാരിക്കാൻ ഇവർക്ക് അറിയണ്ടേ? അതിന് ഇവർക്ക് ആശയങ്ങൾ വേണ്ടേ? ഇവർക്ക് ആശയങ്ങളില്ല. ഇവരായുധമെടുക്കും. അതിനു മുമ്പെടുക്കുന്ന ആയുധമാണ് ഈ ഭീഷണിയും തെറിവിളികളും. നമ്മൾ വിചാരിക്കും എൻ്റെ മാത്രം അഭിപ്രായമാണോ എന്ന്. വിവരമില്ലാത്തത് കൊണ്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു ഇസ്ലാമിക് ജിഹാദിയെ കുറിച്ച് പറഞ്ഞ് വീഡിയോ ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്ത ഇസ്ലാമിക് ജിഹാദിയെ കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണി കൂടുകയാണ്, പണി ഇരട്ടിയാവുകയാണ്. അതായത് 15 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ആളുകൾ, അതായത് 15 വയസ്സുള്ള കുട്ടികൾ മുതൽ 90 വയസ്സുള്ള കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന കിളവൻ വരെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മത തീവ്രവാദികളെ പൊളിച്ചെടുക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിർബന്ധിതനാകുകയാണ്. കാരണം ഈ നാണം കെട്ടവന്മാരെ കൊണ്ട് ഒരു സമാധാനമില്ല, ഒരു പൂർത്തിയില്ല. വേണ്ട, ഇനി സൂരി അൻസാരി ആലപ്പുഴയെ കുറിച്ച് പറയാനിരിക്കുമ്പോഴാണ് അതിലും പ്രധാനപ്പെട്ട ഒരുത്തിനെ കുറിച്ച് പറയേണ്ടതായിട്ട് വന്നത്. വേണ്ടേ, അവന്റെ പേര് നവാസ് എന്നാണ്. നവാസ്, അതായത് സംസാരത്തിൽ ഒരു മാന്യതയോ ഒരു മര്യാദയോ കാണിക്കാത്ത ഒരു മദ്രസ പോട്ടൻ. നാടൻ ഭാഷയിൽ പറഞ്ഞ, നാടൻ ഭാഷ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉളുപ്പും നാണവുമില്ലാത്ത ഒരു അലവലാതി. ഇതുപോലെയുള്ള നാണം കെട്ടവന്മാരാണ്. ഞാൻ ഈ ഐറ്റത്തിനെ ഒന്നും എടുക്കാറില്ല കേട്ടോ. ഈ ഐറ്റം എന്നെ വെച്ചിട്ട് കുറെ നാളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം അകക്കാമ്പില്ല, എന്തെങ്കിലും അറിയണ്ടേ മതത്തെക്കുറിച്ച്. ഇത് ചുമ്മാ വളവളാന്ന് പറഞ്ഞിട്ട് അതുവഴി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ മതത്തെ അപഹസിച്ചും പരിഹസിച്ചും പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. മതത്തെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയുന്ന ഒരു മൊട്ടയല്ല ഇവൻ. ഇവരുടെ നേതാക്കന്മാർ ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന്റെയൊക്കെ ഒരു വീഡിയോ നമ്മൾ കേട്ടാൽ പിന്നെ 7 തോട്ടിൽ കുളിച്ചാലും ശുദ്ധി വരില്ല. സത്യം. അത്രമാത്രം അശ്ലീലമാണ്. തെറി, ചീത്ത, തന്തയ്ക്ക് വിളി, തള്ളയ്ക്ക് വിളി,
എന്ന് വേണ്ട മലയാളത്തിൽ എത്ര തെറിയുണ്ടോ അതെല്ലാം ഇവന്റെ വീഡിയോ കേട്ടാൽ നമുക്ക് പഠിക്കാം. പ്രത്യേകിച്ച് തെറി പഠിക്കാൻ വേറെ സ്ഥലത്തൊന്നും പോകണ്ട. ഇവൻ തെറിയുടെ ഒരു യൂണിവേഴ്സിറ്റി തുറന്നു വെച്ചേക്കുന്ന ഒരു അലവലാതി. ഈ നാണം കെട്ടവനെയൊക്കെ മറുപടി കൊടുത്ത് നമ്മുടെ ആയുസ് തീരുന്ന തോന്നുന്നത്. കാരണം ഇങ്ങനെ കൂണ് മുളയ്ക്കുന്ന പോലെ ഈ ജിഹാദികൾ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്കെതിരെ നമ്മൾ മറുപടി കൊടുക്കും? അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് ഇതിനെല്ലാം മറുപടി കൊടുത്തോണ്ടിരിക്കുക. അത് മാത്രമല്ല, ഈ നാണം കെട്ടവന്മാർ ഒരു ദിവസം 3, 4, 5 വീഡിയോ ചെയ്യും. ഇവർക്ക് ഒരു പണിയില്ല, നല്ല ഫണ്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. അതായത് ഇന്ന് ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് ഈ ഹലാൽ എന്ന് പറയുന്നതുണ്ടല്ലോ, ഹലാൽ ഫുഡ്, ഇതൊക്കെ വൻ ലോബിയാണ് ഇതിന്റെ പിന്നിൽ. ഇതിനൊക്കെ വലിയ ഫണ്ടുകളുണ്ട്. അതായത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്കും അതോടൊപ്പം ഇവർക്കെതിരെ കേസ് വന്നാൽ ആ കേസ് നോക്കാനൊക്കെ ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഫണ്ട് മേടിച്ച് ഈ നക്കലും കഴിഞ്ഞിട്ട് ഒരു പണിയില്ലാതെ ഇരുന്ന് ഒരു ദിവസം 4, 5 വീഡിയോ ചെയ്യുക. അപ്പൊ ഇത് ഈ പല രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നതനുസരിച്ച് 10,000-ത്തിലധികം അക്കൗണ്ടുകളിൽ നിന്നാണ് ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിനൊക്കെ ഫണ്ട് വരുന്നത്. ഈ ഫണ്ട് എങ്ങോട്ടാ പോകുന്നത്? ഇതുപോലെയുള്ള ഈ മത തീവ്രവാദികളുടെ അടുത്തോട്ടാ പോകുന്നത്. ഇവന്മാര് ഈ മത തീവ്രവാദികള് ഈ പൈസയെല്ലാം മേടിച്ച് തിന്നു കൊഴുത്ത് എന്നിട്ട് ഒരു ജോലിക്കും പോകില്ല, ഒരു പണിയില്ലാതിരുന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്രൈസ്തവ സമൂഹത്തെയും ഹിന്ദു സമൂഹത്തെയും അതുപോലെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയെ, ഇപ്പൊ BJP-നെ ആയാലും കോൺഗ്രസിനെ ആയാലും ഇടതുപക്ഷത്തെ ആയാലും നിരന്തരം വിമർശിക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് മാത്രം അവരുടെ ജോലി. എന്നാലോ ഇവരുടെ കണ്ണിൽ കിടക്കുന്നത് വലിയ കോല. എന്നിട്ട് ആരാന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് പറഞ്ഞ് മറ്റുള്ളവരെല്ലാം മോശക്കാര്. ഇവന്മാര് മാത്രം, ഇവന്മാരുടെ മതം മാത്രം 10 മാറ്റ് തനി തങ്കം, ബാക്കിയൊക്കെ പോക്ക്. ഒരു പണിയില്ല. ഇവൻ ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ കൂട്ടത്തിൽ വീഡിയോ ചെയ്തിട്ട് തെറിയും ചീത്തയും പറയുന്നവരെ കേട്ടോ, ഒന്ന് ഇവനെയാണ്, നവാസ് എന്നും മറ്റൊന്നൊരു ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്. അവന്റെ വായിലെ കത്തി കേട്ടാൽ, അതായത് ഭയങ്കര സംഭവം, അതുപോലെ ഭയങ്കര കത്തി. ഒരാൾ എഴുതിയിട്ടു, നിന്റെ ഈ കത്തി കേട്ട് തന്നെ മനുഷ്യന്റെ ഇടപാട് തീർന്നു പോകാനുള്ള എന്ന് പറഞ്ഞു ഒരാൾ എഴുതിയേക്കുന്ന കമന്റ്. എന്ന് പറഞ്ഞാൽ ഈ നാണം കെട്ടവന്മാർക്കൊന്നും ഒരു പണിയില്ല, മത തീവ്രവാദം വളർത്തുക എന്നൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങേരുടെ കുറച്ച് ഡയലോഗുകൾ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പൊ എന്നിട്ട് അതിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം. അതിനാണ് ഇവന്മാര് പറയുന്ന ഈ പച്ച നുണയ്ക്ക് ഇതിന് കൃത്യമായ മറുപടി പറയണം. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഈ നവാസ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഉപദേശം തരാനായിട്ട് ആഗ്രഹിക്കണം. ഞാൻ പച്ചമലയാളത്തിൽ പറഞ്ഞ, എടാ നാണം കെട്ടവനെ, അങ്ങനെയാണ് പറയാം, സഹോദര നാണം കെട്ടവനെ, ഒരാളുടെ ഒരു വാക്ക് കേട്ടാൽ ആ ഏത് കമ്മ്യൂണിറ്റിയെ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോ നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളുടെ ആളുകൾ ഏത് സൈസ് സ്വഭാവം ഉള്ളവരാണെന്ന് നിന്റെയൊക്കെ ഈ സംസാരത്തിനേക്കാം. ഇവൻ വാ വിളിച്ച തെറി മാത്രമേ പറയുള്ളൂ. ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറിയുടെ ഒരു യൂണിവേഴ്സിറ്റി. ഇനി അത് കേൾപ്പിക്കാം. അതായത് ഇതിന്റെ പശ്ചാത്തലം പറയണമല്ലോ. അതായത് ഇവൻ മാത്രമല്ല, ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അടിമുടി അസഹിഷ്ണുത നിറഞ്ഞവനായിരിക്കും. അസഹിഷ്ണുതയല്ലാത്ത മറ്റൊന്നും അവർക്കുണ്ടാകത്തില്ല. തന്നെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും വാളിന് കീഴ്പ്പെടുത്തിയ പ്രവാചകന്റെ അനുയായികൾ, അള്ളാഹു ആണെങ്കിലും നബി ആണെങ്കിലും മാരകമായി ശത്രുക്കളെ തെറിയഭിഷേകം ചെയ്യുന്നത് ഖുർആനിലൂടെയും ഹദീസിലൂടെയും നമുക്ക് സുപരിചിതമാണ്. ഇവരുടെയൊക്കെ മദ്രസകളിൽ, ഇവരുടെയൊക്കെ ഖുർആൻ ക്ലാസുകളിൽ, ഇവരുടെയൊക്കെ പള്ളി മഹല്ലുകളിൽ ഇവനൊക്കെ ജുമുഅയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ഉച്ചയും കുത്തി മറിയാൻ വേണ്ടി പോകുന്ന ആലയങ്ങളിൽ നിന്ന് ഇവനൊക്കെ ലഭിക്കുന്നത് തെറി ഉപദേശങ്ങളല്ലേ? അല്ലെ? ഞാന് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയായി മാറുന്നത് എന്നതിൻ്റെ ഒരു ചെറിയ തെളിവ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ജുമുഅയ്ക്ക് കുത്തുബ പറയുന്ന ഒരു മതപ്രഭാഷകൻ ഉപദേശിക്കുന്നതാണ്. ഒന്ന് കേട്ടോ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അല്ല പറയുന്നു. ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് സഹായികളാണ്. ഇവിടെ പഠിക്കേണ്ട പാഠം യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയ, ജൂത നസാറാക്കളെ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്.
ജൂതനെയും ക്രിസ്ത്യാനിയെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത്. എന്തെന്നറിയോ? ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്. അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും. എങ്ങനെയുണ്ട്? ഇങ്ങനെ ഒരു മത കിതാബിലെ വചനങ്ങൾ ഓതി ഉസ്താദുമാര് പഠിപ്പിക്കുമ്പോൾ അവർക്ക് മതം വിട്ടവരെ, മതം വിമർശിക്കുന്നവരെ, അമുസ്ലിങ്ങളെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അവരെ വെറുക്കാനല്ലേ പറ്റൂ, അവരെ ഇല്ലാതാക്കാനല്ലേ പറ്റൂ. അത് അവരുടെ കുഴപ്പമല്ല, അവരുടെ ഗ്രന്ഥം ഉൽപ്പാദിപ്പിച്ച സംസ്കാരമാണ്. ആ നിലവാരത്തിൽ മാത്രമേ ഇവർക്ക് ആരെയും കാണാൻ പറ്റൂ. ഒരു മതപ്രഭാഷകൻ, ഒരു നേതാവ്, ഒരു മതപുരോഹിതൻ, ഇയാളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇയാളല്ല ഇതിന്റെ മൂലഹേതു, ആ ഗ്രന്ഥമാണ്. 1985 മെട്രോപൊളിറ്റൻ കോടതിയിൽ ZS ലോഹത്ത് എന്ന് പറയുന്ന ജഡ്ജി എഴുന്നേറ്റ് നിന്ന് ഈ ഗ്രന്ഥവും പൊക്കിപ്പിടിച്ചിട്ട് ചോദിച്ചു, ഈ ഗ്രന്ഥം എന്തു മാനവികതയാണ് ലോകത്തിന് സമ്മാനിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ലോകത്ത് നടക്കുന്ന സകലമാന കലാപങ്ങൾക്കും, കൊള്ളകൾക്കും, കൊലകൾക്കും, യുദ്ധങ്ങൾക്കും, വർഗീയ കുരുതികൾക്കും കാരണം ഈ ഗ്രന്ഥമാണ് എന്നാണ് ZS ലോഹത്ത് ഡൽഹിയിലെ മെട്രോപൊളിറ്റൻ കോടതിയിൽ അന്ന് വിധിച്ചത്. അതല്ല എന്ന് പറയാൻ ഇന്നുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. കാരണം അത് വസ്തുതയാണ്. ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ, ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തിലൂടെ ഇസ്ലാമിന്റെ കാടത്തരം എന്താണെന്ന്, ഇസ്ലാമിന്റെ കാപട്യവും രക്തക്കൊതിയും മറ്റുള്ളവരുടെ സമാധാനത്തോടുകൂടിയുള്ള ജീവിതത്തിലെ ചൊറിച്ചിലും എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇന്നത് സ്പഷ്ടമായും കൃത്യമായും മനസ്സിലാക്കിയിരിക്കും. ഈ ഇസ്ലാമിക തീവ്രവാദികളെ, ഈ മതത്തിനകത്തെ കൊള്ളയും കൊലയും കൈവെട്ടും കാലുവെട്ടും തലവെട്ടുമൊക്കെയായി നടക്കുന്ന ഈ ഭീകരന്മാരെ ന്യായീകരിച്ച് ബാലൻസ് ചെയ്ത് നിർത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയ്ക്ക് മുമ്പിൽ കാലിടറുന്ന, അവരുടെ കാലിന്റെ ഇടയിൽ കൊണ്ടുപോയി ബുദ്ധി പണയം വെച്ചിരിക്കുന്ന സെക്യുലറിസ്റ്റുകൾ. നെറികെട്ട കോൺഗ്രസ് എന്താണ് ഈ നാട്ടിൽ ചെയ്തു കൂട്ടിയത് എന്നറിയണമെങ്കിൽ ശ്രീ പളനിയപ്പൻ ചിദംബരത്തെ പോലെയുള്ള ആളുകളുടെ പ്രവൃത്തികൾ എന്തായിരുന്നു എന്നറിയണം. ഇതുപോലെയുള്ള കോൺഗ്രസ്സുകാർ ഏതാണ്ട് 70 വർഷത്തോളം ഈ രാജ്യം ഭരിച്ച് മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രം നയങ്ങൾ ഉണ്ടാക്കി, നിയമങ്ങൾ ഉണ്ടാക്കി, നിയമ ഭേദഗതികൾ ഉണ്ടാക്കി, സ്വാഭിമാനമില്ലാത്ത, പേടിച്ചു ഭയക്കുന്ന ഭീരുക്കളായ ഒരു വിഭാഗം ഹൈന്ദവരെയും ക്രൈസ്തവരെയും സൃഷ്ടിച്ചെടുത്തു. ഓരോ കോൺഗ്രസ്സുകാരനെ കാണുമ്പോഴും വൈദേശിക ശക്തികൾ നമ്മളെ തളർത്തിയതിനേക്കാൾ കൂടുതൽ ഇവരാണ് നമ്മളെ തളർത്തിയത് എന്ന യാഥാർത്ഥ്യം നമ്മൾ നമ്മുടെ മക്കൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം പറഞ്ഞു പോകുന്നതാ, പറയണമെന്ന് വിചാരിച്ചു പറയുന്നതല്ല. മുസ്ലിം ലീഗ് വർഗീയതയില്ല എന്നാ പറയുന്നത്. മുസ്ലിം എന്നത് തന്നെ ഒരു വർഗമാ, വർഗീയവാദികളാ. മുമ്പ് ഇവര് പറഞ്ഞുകൊണ്ട് നടന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാത്ത ഉമ്മമാർ നെറികെട്ട ഉമ്മമാരാണ് എന്നായിരുന്നു. ലീഗിന് വോട്ട് ചെയ്താൽ ഏണിയിലൂടെ കയറി സ്വർഗത്തിലേക്ക് പോകാം എന്നായിരുന്നു പറഞ്ഞത്. UDFന്റെ സ്വർഗം SDPIയുടെ സ്വർഗമാണ് എന്ന് തിരിച്ചറിയാൻ കേരളത്തിന് അധികം സമയം വേണ്ടി വന്നില്ല. മമ്പുറത്തെ ചോറ് തിന്നിട്ട് വഹാബിസ്റ്റ് ലീഗിനെ ഉണ്ടാക്കാൻ നടക്കുന്ന മുസ്ലിയാക്കന്മാരായിട്ടുള്ള ആളുകൾ പറഞ്ഞു നടന്നതൊക്കെ ലീഗിന് വോട്ട് ചെയ്യാത്ത ഉമ്മമാർ
കാഫിറുകളാണ്, അവർ നരകത്തിലേക്ക് പോകുന്നവരാണ് എന്നതൊക്കെയായിരുന്നു. ഇതൊന്നും ഇസ്ലാമിക് ഫോബിയോ അല്ല സുഹൃത്തുക്കളെ. ഇസ്ലാമോ ഫോബിയ അല്ല, ഇസ്ലാമോ ഫിയർ. ഇസ്ലാം അടിമുടി ഭയപ്പെടേണ്ടുന്ന ആശയമാണ്. സൂഫിയ മദനിയിട്ടിരിക്കുന്ന പർദ്ദയ്ക്ക് കൊടും ഭീകരവാദിയായിട്ടുള്ള തടിയന്റെ വിട നസീറുമായി ബന്ധമുണ്ട് എന്ന് മുസ്ലിം ലീഗുകാർ പബ്ലിക് വേദിയിൽ പ്രസംഗിച്ച് നടന്നപ്പോൾ പർദ്ദയിട്ട ഉമ്മമാർക്കാർക്കും വേദനിച്ചിട്ടില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ വേദിയിൽ ഇരിക്കുന്നത് കണ്ടല്ലോ. അയ്യോ, അവര് വിചാരിച്ചു കഅബാലയത്തിലെ ഇരിപ്പായിരിക്കും അതെന്ന്. ആ സദസ്സിലെ തിരശീലയൊന്ന് പിടിച്ചു മുത്തിയാൽ കഅബയുടെ പുറത്ത് വിരിച്ചിരിക്കുന്ന കില്ലയാണെന്നാണ് അവർക്ക് തോന്നിയത്. അതൊക്കെ പുണ്യമാണ് എന്ന് യുവ പ്രഭാഷകന്മാര് പറഞ്ഞപ്പോൾ ഇവര് വിചാരിച്ചു കഅബാലയത്തിന്റെ മുറ്റത്തല്ലേ നമ്മൾ ഇരിക്കുന്നത് എന്ന്. മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകന്റെ അനുയായികൾ പറഞ്ഞത് UDF വോട്ട് ചെയ്യണമെന്നും ഏണിക്ക് വോട്ട് കുത്തണമെന്നുമായിരുന്നു. ഇതൊക്കെ നമ്മൾ കൃത്യമായി ഒളിച്ചടുക്കുക തന്നെ ചെയ്യും. കണ്ണൂരും മഞ്ചേരിയിലുമൊക്കെ വഖഫ് ഭൂമി കൊണ്ട് വിറ്റും കൊള്ളയടിച്ചും കബളിപ്പിച്ചെടുത്തും തട്ടിച്ചെടുത്തും ലീഗുകാര് കോടീശ്വരന്മാരായി മാറിയപ്പോൾ മുസ്ലിങ്ങളാരും പ്രതികരിച്ചില്ലല്ലോ. മുസ്ലിം ലീഗിന്റെ കോളേജ് മുനമ്പം വഖഫ് ഭൂമി കോൺഗ്രസ് നേതാവിനെ വച്ച് ഇടനിലക്കാരനായി താൽക്കാലികമായിട്ട് വച്ച് വിൽക്കുമ്പോൾ സമസ്ത പ്രതികരിച്ചില്ലല്ലോ. എല്ലാം വരുന്നത് നമ്മുടെ പുസ്തകത്തിൽ തന്നെയല്ലേ, നമ്മുടെ പെട്ടിയിൽ തന്നെയല്ലേ. അവർക്കത് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണല് പോലെയാണ് തോന്നിയത്. ബാങ്ക് പലിശ പാടില്ല എന്ന് പറഞ്ഞ ലീഗ് അയ്യോ പിന്നീട് ബാങ്കിൽ കൊണ്ടുപോയി കോടികൾ നിക്ഷേപിച്ച, വഖഫ് ഭൂമി വിറ്റ് കോടികൾ നക്കിയ ഈ ലീഗുകാരെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. നമ്മള് ചില വിഷയങ്ങൾ മുഖം നോക്കാതെ പ്രതികരിക്കേണ്ടി വരും. ദാവൂദ് എന്ന് പറയുന്ന ഒരു മത തീവ്രവാദിയായ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പള്ളികളിലൊക്കെ മുജാഹിദുകൾ തീവ്രവാദം വളർത്തുന്നു എന്ന് ലേഖനം എഴുതിയപ്പോൾ നിഷാദ് റാവുത്തർ മിണ്ടിയിട്ടില്ല. അപ്പോ ആരാണ് എതിരെ വരുന്നത്? എതിരെ വരുന്നവന്റെ മതവും രാഷ്ട്രീയവും നിങ്ങൾക്ക് പ്രശ്നമാണ് പ്രതികരിക്കാൻ. UDF ഏറ്റവും വലിയ മലബാർ കക്ഷി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രമുള്ള മലബാറിലെ പാർട്ടിയെ നിരന്തരം പള്ളിയിലും മത ഇടങ്ങളിലും കുടുംബങ്ങളിലും വാട്സപ്പിലുമൊക്കെ കടുത്ത മത അധിക്ഷേപവും ഇസ്ലാമോഫോബിക്കിന്റെ പ്രചാരണങ്ങളും കൊണ്ട് നേരിടുമ്പോൾ അങ്ങോട്ടൊന്ന് നിവർന്നു നിൽക്കാൻ ചില ആളുകൾ ശ്രമിച്ചു, പക്ഷേ പറ്റിയില്ല. UDF അല്ലാത്ത ഹിന്ദുക്കൾ അല്ലേ, അവരൊക്കെ കാഫിറുകൾ അല്ലേ, ആ സമയത്തൊക്കെ ഇസ്ലാമോഫോബിയ എടുത്തിട്ട് ഇവരെ ഒന്ന് പെരുമാറി. അപ്പോൾ ഇസ്ലാമിനെ പരിഹസിക്കുന്നതും എതിർക്കുന്നതും മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാനുണ്ടാകില്ല. നിങ്ങളുടെ ഈ അവസരവാദ രാഷ്ട്രീയമുണ്ടല്ലോ ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സന്ദർഭത്തിനു അനുഗുണമായി നിങ്ങളുടെ ഈ മാറി മാറി വരുന്ന ആശയങ്ങൾ, നിങ്ങളുടെ നിലപാടുകൾ, നിങ്ങളുടെ അഭിപ്രായത്തിന്റെ ഭിന്നതകൾ ഇന്ന് ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പോ ഇവര് ഹമാസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അയ്യോ ഗാസ, അതെന്താ നൈജീരിയയെ കുറിച്ച് ഇവര് മിണ്ടാത്തത്? എന്താ നൈജീരിയയിൽ കൊല ചെയ്യപ്പെടുന്നതൊന്നും മനുഷ്യരല്ലേ? ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്നതൊന്നും മനുഷ്യരല്ലേ? സിറിയയിലും ഇറാനിലും ഇറാഖിലും കൊല ചെയ്യപ്പെടുന്നതൊന്നും മനുഷ്യനല്ലേ? അതെന്താ ഗാസയിലെ മനുഷ്യന്മാരുടെ ചോരയ്ക്കു മാത്രം, അവരുടെ നീരിനും ജീവിതത്തിനും ജീവനും മാത്രം ഒരു പ്രത്യേക മൂല്യം? അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനുഷ്യന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും പ്രത്യേകിച്ച് ഇരകളുടെ വേദനകൾ
നമ്മളുടെ വേദനകളായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇവരെവിടെയാ സമാധാനത്തോടെ ജീവിച്ചിട്ട്? അഭയാർത്ഥികളുടെ രൂപത്തില് ബ്രിട്ടനിലേക്ക്, മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ വലിഞ്ഞു കീറുന്നു. അവിടെയൊക്കെ പലസ്തീന് വേണ്ടി, ഗാസയ്ക്ക് വേണ്ടി, ഹമാസിന് വേണ്ടി പ്രതിഷേധങ്ങൾക്ക് വേദികൾ ഒരുക്കുന്നു. ഈ തീവ്രവാദികളെ പുറത്താക്കണമെന്നു പറഞ്ഞ് ആ സ്വദേശികൾ തന്നെ രംഗത്ത് വരും. ഇവർക്ക് അഭയം നൽകരുത്, മാനുഷിക പരിഗണനകൾ ഇവർ അർഹിക്കുന്നില്ല, ഇവരെ ചവിട്ടി പുറത്താക്കാതെ ഈ രാജ്യത്ത് സമാധാനം വരില്ല എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് വരുന്ന ബ്രിട്ടീഷുകാർ ലണ്ടനിലെ തെരുവോരങ്ങളിൽ ഇറങ്ങി പ്ലക്കാർഡുകളും ബാനറുകളും മുദ്രാവാക്യങ്ങളുമായി ഭരണപക്ഷത്തിനെതിരെ പ്രതിഷേധിച്ചു. നേരത്തെ ഇസ്ലാമിക തീവ്രവാദം കൊണ്ട് പൊറുതിമുട്ടിയ ഫ്രാൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറെയുണ്ട്. ഒരു സാമുവൽ പാറ്റിയുടെ കഥ മാത്രമേ പുറം ലോകത്ത് അറിഞ്ഞിട്ടുള്ളൂ. ഷാർലി എബ്ദോ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് മാഗസിൻ, അതിനകത്ത് ഒരു ചിത്രം വരുന്നു മുഹമ്മദിന്റെ. സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകൻ തന്റെ ക്ലാസ്സിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തെ കുറിച്ച് പറയുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെയൊക്കെ മക്കളുടെ ബാഗിനകത്തുള്ളത് ബുക്കും പുസ്തകവുമായിരിക്കുമെന്ന്, നമുക്കത് ഉറപ്പുമുണ്ട്. പക്ഷേ ഇവന്റെ ബാഗിനകത്തുണ്ടായിരുന്നത് മൂർച്ചയേറിയ കത്തിയായിരുന്നു. അതുമായിട്ട് ഇവൻ അധ്യാപകനിലേക്ക് ചാടി വീണു. തലയും ഉടലും വേർപെടുത്തി മുടിയിൽ കുത്തിപ്പിടിച്ച തല തൂക്കിയെടുത്ത് ഫേസ്ബുക്കിൽ സെൽഫി എടുത്തു, പോസ്റ്റ് ചെയ്തു. ഒരു 18-കാരൻ, ചോര കണ്ടറപ്പ് തീർന്ന 18-കാരന്റെ ചെയ്തികളെ എത്ര മുസ്ലിങ്ങൾ അപലപിച്ചു എന്നാലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ തീവ്രമത സ്വഭാവം എന്താണ്. എന്നിട്ട് അത് കേട്ടിട്ട് ഇമ്മാനുവൽ മാക്രോൺ പേടിച്ചു ഭയന്നിരുന്നില്ല. അവരെ മുഴുവനും പുറത്താക്കണമെന്ന് പറഞ്ഞ് നേരം ഇരുട്ടി വെളുക്കുന്നതിനു മുമ്പ് 270ഓളം മദ്രസകൾ, മസ്ജിദുകൾ പൊളിച്ചടുക്കി. അഭയാർത്ഥികളെ കൂട്ടം കൂട്ടമായി വന്നിടത്തേക്ക് തന്നെ തിരിച്ചുവിട്ടു. കാരണം ഇവരെ നാട്ടി നിർത്താൻ പറ്റില്ല. ഇവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു ആനുകൂല്യവും ഇവർക്ക് കൊടുക്കാൻ പാടില്ല. തുടർന്ന് ജർമ്മനി, ഇറ്റലി, ഫ്രാൻസിന് ശേഷം ഇതാ ബ്രിട്ടൻ, സ്വീഡൻ, എല്ലാവരും രംഗത്ത്. ഇന്ന് ബ്രിട്ടൻ ശരിക്കും പഠിച്ചു. അമേരിക്കയിലെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പലസ്തീനു വേണ്ടി ഒരു മുദ്രാവാക്യം മുഴക്കാനോ, പലസ്തീനു വേണ്ടി ഏതെങ്കിലും രൂപത്തിൽ ഒരു പ്രതിഷേധമുയർത്താനോ ഒരാളും ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം അത്രമാത്രം മുദ്രാവാക്യങ്ങൾ മുഴക്കിയ ആളുകൾക്ക് പണി കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ അമേരിക്കയിൽ വന്നത് പഠിക്കാനാണെങ്കിൽ പഠിച്ചിട്ട് പോയിക്കോ, അതല്ല ജോലി ചെയ്യാനാണ് വന്നതെങ്കിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിപ്പോയിക്കോ, അതല്ലാതെ ഈ രാജ്യത്ത് തീവ്രവാദം വളർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അഭയാർത്ഥികളെ മുഴുവനും തെരഞ്ഞു പിടിച്ച് പുറത്താക്കി. എന്തുകൊണ്ടാണെന്നറിയാമോ ഇത് കിട്ടിയത്? ഫ്രാൻസ് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയെടുത്തു മാറ്റിയ സംഭവം ഉണ്ടായപ്പോൾ ഫ്രാൻസിനോടൊപ്പം അമേരിക്ക കട്ടയ്ക്ക് നിന്നു, ഇസ്രയേലും അതെ. ബ്രിട്ടൻ ഇപ്പോഴോ പിന്നെയോ എന്ന് പറഞ്ഞു. ഒടുവില്
ബ്രിട്ടൻ പാഠം പഠിച്ചതാ. അല്ല, അഭയാർത്ഥികളാകുന്ന തുമ്പൻസ് പഠിപ്പിച്ചു. ബ്രിട്ടനിലെ ബുർക്ക നിരോധിക്കണമെന്ന് റോബർട്ട് ജെൻറിക് ആവശ്യപ്പെട്ടു. അതിനു പുറമെ ബുർക്ക നിരോധനം തങ്ങളുടെ നയമല്ല എന്ന് വ്യക്തമാക്കി കൺസർവേറ്റീവ് ഷാഡോ ചാൻസലർ രംഗത്ത് വന്നു. ഇന്ന് ബുർക്ക മാത്രമല്ല, ഈ ഐറ്റങ്ങളെ മുഴുവനും പുറത്താക്കണമെന്ന് പറഞ്ഞ് ഈ കൺസർവേറ്റീവ് ഷാഡോ ആണ് മുമ്പിൽ നിൽക്കുന്നത്. അവരെ പഠിപ്പിച്ചു. ഇവരവരെ പഠിപ്പിച്ചു. കാരണം ഫ്രാൻസിന് കിട്ടിയപ്പോൾ ബ്രിട്ടൻ വിചാരിച്ചു അത് ഫ്രാൻസിനല്ലേ. പക്ഷേ ഫ്രാൻസിന് കിട്ടിയപ്പോൾ ജൂതൻ ചിന്തിച്ചു നാളെ നമുക്കാ. അതുകൊണ്ടാണ് നെതന്യാഹുവിനോട് ഇവർക്ക് തീർത്താൽ തീരാത്ത കലിപ്പ്. മുഖം പൂർണ്ണമായും മറയ്ക്കുന്നത് നിരോധിക്കേണ്ടുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായേക്കാമെന്നും, എന്നാൽ പ്രത്യേകമായി ബുർക്ക നിരോധനത്തിനു വേണ്ടി ആവശ്യപ്പെടുന്നത് ശരിയല്ല എന്നും സർ മെൽ സ്ട്രെഡ് പറഞ്ഞു. അന്ന് ഈ കൺസർവേറ്റീവ് പാർട്ടിയുടെ ആളാ. ഞാൻ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബുർക്ക നിരോധിച്ചേക്കുമെന്ന് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ജനറൽക്ക് തിരിച്ചു. ആദ്യം അയ്യോ വേണ്ട, ചില അവസരങ്ങളിൽ മുഖം പൂർണ്ണമായും മറയ്ക്കുന്നത് തടയേണ്ടതായി വരും. പക്ഷേ ബ്രിട്ടനിൽ അത് വേണ്ട എന്ന് പറഞ്ഞവർ തൊഴിലിടങ്ങളിലോ ബ്രിട്ടന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോ നിങ്ങൾ ബുർക്ക ധരിച്ചു വരേണ്ടതില്ല. വ്യക്തിപരമായി താൻ ബുർക്ക നിരോധനത്തെ അനുകൂലിക്കുന്നു എന്നാണ് ജെൻറിക് പറഞ്ഞത്. അതോടെ കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃനിരയിൽ ബുർക്ക നിരോധനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തപ്പോൾ അത് വോട്ടിനിട്ട് തീരുമാനിക്കാമെന്ന് ബ്രിട്ടൻ തീരുമാനിക്കുന്നു. അപ്പോഴാണ് ജനങ്ങൾ ചോദിക്കുന്നത്, ഈ ബുർക്ക നിരോധിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മുടെ രാജ്യത്ത് സമാധാനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന, നമ്മുടെ രാജ്യത്ത് ക്രമസമാധാനം തകർക്കുന്ന അക്രമങ്ങളും കൊള്ളകളും കൊലകളും ബലാത്കാരങ്ങളുമായി സമാധാനം തച്ച് തകർക്കുന്ന ഈ വിഭാഗത്തെ മുഴുവനും പുറത്താക്കണം. അടിപൊളിയല്ലേ നിയമം? ഇവരോട് പ്രത്യേകിച്ച് ഒരു സഹതാപവും ആർക്കും ഇനി തോന്നത്തില്ല. കാരണം എന്തെന്നറിയാമോ? ഇവരെന്താണ് എന്ന് ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. ആകെ ഒരു സമാധാനം അതാണ് കേട്ടോ. ആകെ ഒരു സമാധാനം. ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രതികരിക്കാൻ പഠിച്ചു. അവർക്ക് ധൈര്യമുണ്ടായി. ശക്തിയുക്തം എന്താണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് മനസ്സിലാക്കാനും, ഈ ഇസ്ലാം മത തീവ്രവാദത്തെ വളരാൻ അനുവദിച്ചാൽ വലിയ രൂപത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കിയിട്ടുണ്ട്. തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് ആരാണ്? യുവാക്കളുടെ തിളച്ചുമറിയുന്ന ചോരയിലേക്ക് ഈ തീവ്രവാദത്തിന്റെ അലയൊലികൾ എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? അതാണ് ഈ കൂട്ടം പുരോഹിതന്മാർ. മതഗ്രന്ഥങ്ങൾ എടുത്ത് നിവർത്തി ഈ ഗ്രന്ഥത്തിന്റെ ആപ്തവാക്യങ്ങൾ ഉരുവിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, നമ്മളിപ്പോൾ മെജോറിറ്റി ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഈ രാജ്യത്തിന്റെ സമാധാനം തകർത്തുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദ പ്രചരണം നടത്തിയ 3 മുസ്ലിം മൗലവിമാരെ ഇന്ന് NIA പൊക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. അധികം മാധ്യമങ്ങളിലൊന്നും നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല. കാരണം തീവ്രവാദികൾക്കെതിരല്ലേ. ആ തീവ്രവാദികൾക്കെതിരായിട്ടുള്ള ഇത്തരം നിയമ നടപടികൾ ഏതെങ്കിലും മാധ്യമം പറയുമോ? റിപ്പോർട്ട് ചെയ്താൽ അടുത്ത ദിവസം മാധ്യമ പ്രവർത്തകൻ ഉണ്ടാകുമോ? ഏതെങ്കിലും അപകടത്തിൽ ചത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവന്റെ വീട് തീ വെച്ചിട്ടുണ്ടാകും, ബോംബ് വെച്ച് തകർത്തിട്ടുണ്ടാകും, അവന്റെ സ്ഥാപനത്തിന് തീ കൊളുത്തിയിട്ടുണ്ടാകും. ഇത്രയും മനസാക്ഷിയോ മാനവികതയോ സഹജീവി സ്നേഹമോ
ജനാധിപത്യ ബോധമോ ഇല്ലാത്ത ഏക വിഭാഗം ഇവരാണ്. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷാ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമായി മാറാൻ സാധ്യതയുള്ള ഒരു നീക്കത്തിൽ രാജസ്ഥാനിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ഭീകരവിരുദ്ധ സ്ക്വാഡും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ 3 മുസ്ലിം പുരോഹിതർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ 3 മൗലവിമാരെയാണ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജോധ്പൂർ, ജലോർ ജില്ലകളിലായി വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഈ പരിശോധനകൾ രാജ്യത്തിന്റെ പശ്ചിമ മേഖലയിലെ അതിർത്തി കടന്നുള്ള തീവ്രവാദ ബന്ധങ്ങളെയും റാഡിക്കലൈസേഷൻ ശൃംഖലകളെയും കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് സൂചന. പുലർച്ചെ 5 മണി ഇവർക്ക് സ്വന്തം രാജ്യത്തോട്, പിറന്ന മണ്ണിനോട്, പെറ്റമ്മയോട്, താൻ ജന്മം നൽകിയ മക്കളോട് യാതൊരു കൂറും പ്രതിബദ്ധതയും ഉണ്ടാകില്ല. ഇവർക്ക് കൂർ എപ്പോഴും മതത്തോടായിരിക്കും. അതെ, മതമാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള പ്രശ്നം. ഈ മതത്തിനു വേണ്ടി എന്ത് ചെയ്യാനും മടിയില്ലാത്ത ഒരു വിഭാഗമായി ഇവർ മാറിയിരിക്കും. അന്തർദേശീയ ചാര സംഘടനകളുമായി, തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നും പണം പറ്റി ഈ രാജ്യത്തെ തകർക്കാനും ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാനും, അങ്ങനെ തീവ്രവാദം വളർത്തിയെടുത്ത് മനുഷ്യന്മാർക്കിടയിൽ മതകലാപങ്ങൾ ഉണ്ടാക്കാൻ, അന്യമത വിരോധങ്ങൾ ഉണ്ടാക്കാൻ, രക്തച്ചൊരിച്ചിലിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വിഭാഗത്തെ ഈ രാജ്യത്ത് NIA കൂടി ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ോടെയാണ് NIA, ATS, ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയുടെ സംയുക്ത സംഘം ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ലഭിച്ച വിശ്വസതയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം. ജോധ്പൂരിലെ ചൌക്ക, പിപ്പാർ പ്രദേശങ്ങളിലും ജലോലർ ജില്ലയിലെ സഞ്ചോറിലുമായിരുന്നു ഒരേ സമയം റെയ്ഡുകൾ നടന്നത്. ജോധ്പൂരിലെ ചൌക്കയിലുള്ള അറേബ്യ മദ്രസയിലെ മൗലവിയായ അയൂബ് ഗാഫർ, പിപ്പാറിൽ നിന്നുള്ള മൗലവി മസൂദ് അൻവർ എന്നിവരെയും ജലോർ ജില്ലയിലെ സഞ്ചോറിൽ നിന്നുള്ള ഉസ്മാൻ എന്ന പ്രതിയെയുമാണ് NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. റെയ്ഡിനിടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സംശയാസ്പദമായ രേഖകൾ എന്നിവ ഏജൻസികൾ പിടിച്ചെടുത്തു. ഇവ സൂക്ഷ്മ പരിശോധനയ്ക്കായി കൈമാറിയിട്ടുണ്ട്. പിടിയിലായവരെ വിചാരിക്കും ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന്. അല്ല, ഇന്ന് ഇരുമ്പ് നിക്കറിട്ട് സിറിയയിൽ ആടുമേയ്ക്കാനും പൊട്ടിത്തെറിക്കാനും ഒക്കെ പോയവരിലധികവും എഞ്ചിനീയർമാരും ഡോക്ടർമാരുമായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, വിദ്യാഭ്യാസം കൂടിപ്പോയത് കൊണ്ടാണ്. അല്ല, വിദ്യാഭ്യാസമുണ്ടെന്ന് കരുതി ഇവർക്ക് വിവരമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ചത് നമ്മുടെ കുറവാണ്. വിദ്യാഭ്യാസവും വിവരവും അജ ഗജ അന്തരമുണ്ട്. ജോധ്പൂരിലേക്ക് കൊണ്ടുവരികയും ഒന്നിലധികം സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികൾ സംയുക്തമായി ചോദ്യം ചെയ്യുകയും ചെയ്തു വരികയാണ്. വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക സംഘടനയുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്ന പ്രാഥമിക സൂചനകൾ ലഭിച്ചതിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾക്ക് കർശന നടപടിക്ക് നിർദ്ദേശം നൽകിയത്. ഓപ്പറേഷനു ശേഷം മേഖലയിൽ സുരക്ഷ ശക്തമാക്കുകയും വർഗീയ സംഘർഷങ്ങളോ കിംവദന്തികളോ പ്രചരിപ്പിക്കുന്നത് തടയുവാൻ പ്രാദേശിക പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. രാജസ്ഥാനിൽ നടന്ന ഈ അറസ്റ്റുകൾ ഒറ്റപ്പെട്ട സംഭവമായി കാണുവാൻ കഴിയില്ല. ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമ മേഖലയിൽ തീവ്രവാദ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്നതിനും യുവജനങ്ങളെ ഭീകരപ്രവർത്തനങ്ങൾക്കായി റിക്രൂട്ട് ചെയ്യുന്നതിനും മതപരവും വിദ്യാഭ്യാസപരവുമായ സ്ഥാപനങ്ങളെ മറയാക്കി പ്രവർത്തിക്കുന്ന ശൃംഖലകൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. ചില തീവ്രവാദ ഗ്രൂപ്പുകൾ മതപരമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മറച്ചുപിടിക്കുവാനും യുവ മനസ്സുകളിൽ തീവ്രമായ ആശയങ്ങൾ കുത്തിവെക്കുവാനുമുള്ള കേന്ദ്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. ദരിദ്രരോ സാമൂഹികപരമായി പിന്നോക്കം നിൽക്കുന്നതോ ആയ യുവാക്കളെ ലക്ഷ്യമിട്ട് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുകയും മതപരമായ വ്യാഖ്യാനങ്ങളിലൂടെ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് സാധാരണയായി കണ്ടുവരുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ പലപ്പോഴും ആശയവിനിമയത്തിനും സാമ്പത്തിക ഇടപാടുകൾക്കും റിക്രൂട്ടർ ചെയ്യുന്നവർക്ക് സുരക്ഷിതമായ താമസസ്ഥലം ഒരുക്കുന്നതിനും മറയായി പ്രവർത്തിക്കുന്നു. രാജസ്ഥാൻ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ അതിർത്തി മേഖലകൾ ദീർഘകാലമായി കള്ളക്കടത്തിനും നുഴഞ്ഞുകയറ്റത്തിനും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു ഇടനാഴിയായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഭീകര സംഘടനകൾ നേരിട്ടുള്ള ആക്രമണങ്ങൾക്കും അപ്പുറം യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സൈബർ ഇടങ്ങളിൽ ആശയപ്രചാരണം നടത്തുന്നു. സോഷ്യൽ മീഡിയ വഴിയുള്ള റാഡിക്കലൈസേഷൻ ഇന്ന് വലിയ വെല്ലുവിളിയാണ്. നിലവിലെ കേസിൽ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനകളുമായി ഇവർക്ക് ബന്ധമുണ്ടെങ്കിൽ അത് രാജ്യത്തേക്ക് ആയുധങ്ങൾ, പണം, പരിശീലനം എന്നിവ എത്തിക്കുന്നതിൽ നിർണായകമായ കണ്ണിയായി പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. ദേശീയ സുരക്ഷാ സംവിധാനത്തിൽ NIAയുടെയും ATSന്റെയും സംയുക്ത ഇടപെടലുകൾ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾക്കെതിരായ സുസജ്ജമായ പ്രതിരോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം രൂപീകൃതമായ NIA അന്തർ സംസ്ഥാന, അന്താരാഷ്ട്ര ഭീകരവാദ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിക്കുന്നുണ്ട്. ജോധ്പൂർ, ജാലോർ മേഖലകളിലെ ഈ ഓപ്പറേഷൻ നിർണായകമായ വഴിത്തിരിവായി മാറുവാൻ സാധ്യതയുണ്ട്. മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിലെ റാഡിക്കലൈസേഷൻ ശൃംഖലയുടെ വേരുകൾ കണ്ടെത്തുവാൻ ഈ അറസ്റ്റ് സഹായിച്ചേക്കാം.
മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഉൾപ്പെടെ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകൾ ഈ ശൃംഖലയുടെ പ്രവർത്തന വ്യാപ്തിയും സാമ്പത്തിക സ്രോതസ്സുകളും വെളിപ്പെടുത്തുവാൻ സഹായിക്കും. നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എങ്കിലും നോക്കണം, മതവിദ്യാഭ്യാസം നൽകുന്ന ആലയങ്ങളിൽ രാജ്യവിരുദ്ധതകൾ പഠിപ്പിക്കുന്നു. അതിനു വേണ്ടിയുള്ള ഒരുപാട് ഡിജിറ്റൽ രേഖകൾ വെച്ചിട്ട് കുട്ടികളിലൂടെ ഈ തീവ്രവാദം ഒരു മീഡിയേറ്ററെ പോലെ നിന്ന് ഈ സ്ഥാപനങ്ങൾ സമർത്ഥമായി നിർവഹിക്കും. എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വസിക്കുക? ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെയാ മുന്നോട്ട് പോകുക? ഇവരിന്ന് എല്ലാ മേഖലകളിലും, കരസേനയാണെങ്കിലും വ്യോമസേനയാണെങ്കിലും നാവികസേനയാണെങ്കിലും, ഇനി അതല്ല ഉന്നത ഔദ്യോഗിക തലങ്ങൾ, പ്രത്യേകിച്ച് എയർപോർട്ട് പോലെ, കസ്റ്റംസ് പോലെ എല്ലാ വിഭാഗത്തിലും, ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിലടക്കം, പച്ച വെളിച്ചത്തിന്റെ കാക്കി പോലീസിലടക്കം ഇവർ ചേക്കേറിയിട്ടുണ്ട്. ഇവരെ കരുതിയിരിക്കേണ്ടുന്ന ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഇവരെ കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് നമ്മൾ. ആ ഒരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് ജീവൻ പണയപ്പെടുത്തിയും ഞാൻ നിർവഹിക്കുന്നത്. ഇവരെ അവസരം കിട്ടിയാൽ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനും മതം വിട്ടവരെ കൊന്ന് പുതിയ ഒരു ചരിത്രം രചിക്കാനും യാതൊരു മടിയുമില്ലാത്ത വിഭാഗമാണ് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇന്ന് കേരളം ഏതാണ്ട് ഉണർന്ന് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കേരളത്തിന് മനസ്സിലായിട്ടുണ്ട് ഇവരെന്താണെന്ന്. അത്രയും നമുക്കും വേണ്ടു. അപ്പോ ബിഗ്ടാക്കോ നമുക്ക് നിർത്താം. ഞാൻ ഇന്ന് താമസിച്ചാണ് കയറിയത്, അങ്ങനെ പോയേക്കാം. ടോം തോമസ്, ഇവരുടെ തീവ്രവാദമൊന്നും അവസാനിക്കത്തില്ല സുഹൃത്തെ. നമുക്കിനി ചെയ്യാം ബോധവൽക്കരണം. മറ്റുള്ളവർ ഇവരെ പ്രതിരോധിക്കാൻ സജ്ജരായി തീരണം. സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളില് ആ ഒരു കന്യാസ്ത്രീ നിവർന്നു നിന്നപ്പോൾ കുട്ടിയും കൊണ്ട് TCയും വലിച്ചിട്ട് തന്തയും മോളും ഓടിയില്ലേ? അതുപോലെ നമ്മളല്ല ഓടേണ്ടത്, ഇനി ഇവരോടണം, ഇവരെ ഓടിക്കണം. അതിന് നമുക്ക് പറ്റണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ അനില.